നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടൊരു ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ഉഴുന്ന് പരിപ്പ്, മുഴുവൻ ഉഴുന്ന് പരിപ്പ്, ഒരു 3 പച്ചമുളക്, കുറച്ച് ചുമന്ന ഉള്ളി കൊച്ചായിട്ട് അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ. ഞാൻ ഇഞ്ചി ചുമന്ന ഉള്ളിയുടെ കൂടെ ഇട്ടേക്കുന്നു, അതാണ് കാണാത്തത്. കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. 2 കപ്പ് മൈദാമാവും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ദോശയുടെ പരുവത്തിൽ കലക്കിയെടുക്കണം, വെള്ളം ഒഴിച്ച്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് കലക്കി നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ച് ചുട്ടെടുക്കാം. നമുക്ക് ഈ ദോശയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു വശം വെന്തതിന് ശേഷം നമുക്ക് അതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യം മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ചുട്ടെടുത്ത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഗോതമ്പ് മാവിന് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.